ഹലോ ആൻഡ് വെൽക്കം ടു സാറാ ഹെർബ്സ് ആൻഡ് സ്പൈസസ്. ഇന്ന് നമ്മൾക്കൊരു സ്പൈസി പൊട്ടാറ്റോ കറി ഉണ്ടാക്കാം. ഇത് വളരെയധികം രുചിയായൊരു പൊട്ടാറ്റോ കറിയാണ്. ഈവൻ ഒരു ഇറച്ചിക്കറി പോലും മാറി നിൽക്കും, അത്രയ്ക്ക് നല്ല രുചിയുള്ള ഒരു പൊട്ടാറ്റോ കറിയാണ്. നമുക്ക് അതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം. ഇതിനായി ഞാനൊരു വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി ക്യൂബ്സ് ആയിട്ട് മുറിച്ച് മാറ്റി വെക്കാം. 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ഇവ ചതച്ചു വെച്ചത്, പിന്നീട് ഒരു 2 വലിയ സവാള ചോപ്പ് ചെയ്തെടുത്തത്, 2 പച്ചമുളക് അരിഞ്ഞത്, ഒരു മീഡിയം തക്കാളി ചെറുതായ കഷ്ണങ്ങളായി അരിഞ്ഞത്, ആവശ്യത്തിന് മല്ലിയില. കറിക്ക് ആവശ്യമായ മസാലക്കൂട്ട് നമുക്ക് നോക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, 3/4 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി, പിന്നെ ഒരു ഹീപ്ഡ് ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. ചെറിയ തീയിലിട്ട് ഇളക്കി കൊടുത്ത് ഒരു 2 മിനിറ്റ് ചൂടായി അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ. അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചെറുതായി ഒന്ന് നമുക്ക് വറുത്തെടുക്കണം. അതിനായി ചൂടായൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട്, ഏതെണ്ണയെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ എടുക്കാം, വെളിച്ചെണ്ണയോ വെജിറ്റബിൾ ഓയിലോ എടുക്കാം. എന്നിട്ട് ഇത് ലൈറ്റായിട്ടൊന്ന് നമുക്ക് വറുത്ത് കോരണം. ഒരു മീഡിയം ഫയറിലിട്ട് നമുക്കിത് ലൈറ്റ് ബ്രൗൺ ആവുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഉരുളക്കിഴങ്ങെല്ലാം വറുത്ത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. വേറെ പാൻ അടുപ്പത്ത് വെച്ച് ഉരുളക്കിഴങ്ങ് വറുത്തതിൻ്റെ ബാക്കി എണ്ണയും അഡീഷണലായി കുറച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യം വറുത്തെടുക്കാം. അതിൻ്റെ കൂടെ പച്ചമുളകും ഇട്ട് കൊടുക്കണം. ഇത് നന്നായിട്ട് സോട്ടേ ചെയ്ത് വഴറ്റിയെടുക്കുക. വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയിട്ട് ഒരു ഇളം ബ്രൗൺ കളർ ആകുന്നിടം വരെ വഴറ്റി കൊടുക്കാം. ഇതൊരു മീഡിയം ഫയറിലിട്ട് വഴറ്റി കൊടുക്കണേ, അധികം കരിഞ്ഞു പോകാതെ പതുക്കെ ടൈം എടുത്ത് വഴറ്റി കൊടുക്കാം. സമയത്ത് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും വഴറ്റിക്കൊണ്ടിരിക്കുക. ബ്രൗൺ നിറമായി കഴിഞ്ഞാലുടനെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് വീണ്ടും വഴറ്റാം. തക്കാളിയെല്ലാം നല്ലവണ്ണം ഉടഞ്ഞു വരുന്നിടം വരെ വഴറ്റി കൊടുക്കുക. അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം. അതിനുശേഷം പൊടികൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നല്ലവണ്ണം വഴറ്റുക. എണ്ണ തെളിയുന്നിടം വരെ ഈ മസാല നല്ലവണ്ണം വഴറ്റി കൊടുക്കണം. പച്ചക്കുത്തെല്ലാം മാറി എണ്ണ തെളിഞ്ഞ് വരണം, അതുവരെ വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ഇവിടെ മസാലയൊക്കെ നല്ലവണ്ണം മൂത്തിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാമല്ലോ. ഇനി നമുക്ക് നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് കറിക്ക് ആവശ്യമായ അത്രയും ഒഴിച്ചു കൊടുക്കണം. പൊട്ടാറ്റോ അധികം വെന്തിട്ടില്ല, നമുക്കതും വേവിച്ചെടുക്കണം ഒരു 10 മിനിറ്റ് ഇട്ട്. അതിനായുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് തിളയ്ക്കുമ്പോൾ മാറ്റി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരു 1/2 കപ്പ് തേങ്ങാപ്പാലോ അല്ലെ സാധാരണ പാലായാലും മതി. അതിൻ്റെ കൂടെ ഗരം മസാലയും കൂടി 1/2 ടീസ്പൂൺ മിക്സ് ചെയ്ത് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്യാം. കറി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. നല്ല രുചികരമായ പൊട്ടാറ്റോ മസാല കറി ഇവിടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം.
അവസാനമായി ഗാർണിഷ് ചെയ്യാനായി നമുക്ക് മല്ലിയില ഉപയോഗിക്കാം. മല്ലിയില കൂടി തൂവി കൊടുക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുതേ. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് ഓൾവേസ്.